പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക, മാങ്ങ, മുരിങ്ങാക്ക, പച്ചമുളക് ഇത്രയും സാധനം വെച്ചിട്ട് കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അരിഞ്ഞു വെച്ച വെള്ളരിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരുവിധം വെന്തതിന് ശേഷം മുരിങ്ങാക്കായും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് പച്ചമുളകും വെള്ളരിക്കയും കൂടി വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളരിക്കും മുളകും ഒക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പിലയും കൂടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. മുരിങ്ങാക്കായും വെള്ളരിയും മാങ്ങയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂട്ടാം. തേങ്ങ അരക്കുമ്പോൾ അര സ്പൂണ് നല്ല ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേങ്ങ കൂട്ടി അരച്ചതാണിത്. അതും കൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളകും പൊടി കൂട്ടിയിട്ടില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മുളകും പൊടി താളിക്കുമ്പോൾ കുറച്ച് കൂട്ടണതാണ്. നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ച് കൊടുക്കുക. കുറച്ച് കട്ടി പോലെ എടുക്കണം, അധികം വെള്ളമാക്കരുത്. കറി താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വേണ്ടി 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും. അപ്പം തീ ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കുക. കറി താളിപ്പ് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ വെള്ളരിക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക.